ഹായ് മക്കളെ, ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്. അതിൽ യാതൊരുവിധ സംശയമില്ല. പക്ഷേ സ്കൂളിൽ നിന്ന് അടിച്ചു മാറ്റിയതോ അല്ലെങ്കിൽ ഏതെങ്കിലും ടീച്ചേഴ്സിനെ വെച്ചിട്ട് ഞങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചതോ അല്ല. പിന്നെ എങ്ങനെയാണ് സാർ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക്ഡ് എന്ന് പറയുന്നത്? എടാ, ഞങ്ങൾക്കറിയാം എന്താണ് എക്സാമിന് ചോദിക്കുന്നതെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. സാറേ, വൺ വേർഡ് പറയാൻ പറ്റുമോ? വൺ വേർഡ് മുതൽ എസ്എ ക്വസ്റ്റ്യൻ വരെ ഞങ്ങൾ പറഞ്ഞു തരും. അപ്പം എങ്ങനെ സാർ? അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടാവും. സാറിൻ്റെ വോയിസ് പഴയ പോലെ ഒന്നല്ലല്ലോ, എന്തൊക്കെ അടഞ്ഞ പോലെ ആയിട്ടുണ്ട്. ശരിക്കും ശബ്ദം പോയിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇതിൻ്റെ കാരണം. എടാ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു മനുഷ്യന് ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്നാണ്. പക്ഷേ ഈ ഏടായിട്ട് ഒരു 1 വീക്ക്, ചുരുങ്ങിയത് ഞാൻ പറയുന്നത് 1 വീക്ക്, 2 വീക്കാണ്. പക്ഷേ 2 വീക്ക് എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും സാർ എന്തൊരു തള്ളാണിതെന്ന്. ശരിക്കും 1 വീക്കായടാ ശരിക്കും ഉറങ്ങിയിട്ട്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടോ എന്ന് വെച്ചാൽ പോയിട്ടുണ്ട്. പക്ഷെ വീട്ടിലൊന്ന് ഇരുന്ന് കുറച്ച് നേരം അവരുമായിട്ടൊക്കെ സംസാരിച്ച് എത്ര ദിവസമായെന്നറിയോ? ശരിക്കും ഒരു 2 ആഴ്ച ആയടത്. കാരണം കൃത്യമായിട്ട് ഞങ്ങൾ എപ്പോഴും എജുപോർട്ടിൽ തന്നെയാണ്, സ്റ്റുഡിയൻ്റെ ഉള്ളിൽ തന്നെയാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഫുൾ മാർക്ക് കിട്ടണം. അപ്പോൾ ഈ ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സാറിന് വീട്ടിൽ പോകാതെ ഇരുന്നിട്ട് എന്താണ് കാര്യം എന്നാവും നിങ്ങൾ വിചാരിക്കുന്നത്? അത് കാര്യം ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പോയി ഞങ്ങൾക്ക് വേണമെങ്കിൽ സുഖവാസത്തിന് പോയിരിക്കാം, ഉറങ്ങാം, 8 മണിക്കൂർ 9 മണിക്കൂർ ഉറങ്ങാം. പക്ഷേ മക്കൾ പറഞ്ഞില്ലേ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക്ഡ് എന്ന സംഭവം, ഈ ക്വസ്റ്റ്യൻസ് ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. സാറേ മനസ്സിലായി, രാത്രികളിൽ സ്കൂളുകളിൽ മോഷണത്തിന് ഇറങ്ങിയിട്ടുണ്ടാവുന്നു. അങ്ങനെയല്ലടാ, പകല് മുഴുവൻ ഞങ്ങൾ റെക്കോർഡ് ചെയ്യും. നിങ്ങൾക്ക് ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോകളായിട്ട് എസ്സേ ഇത് മാത്രമേ ചോദിക്കുള്ളൂ, 1 വേർഡ് ഇത് മാത്രമേ ചോദിക്കുള്ളൂ എന്നുള്ള ഈ റെക്കോർഡ് പല ക്ലാസ്സുകളിലായിട്ട് ഞങ്ങൾ ചെയ്യും. ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടിയിരുന്നിട്ട് ഓരോ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്തു നോക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും 9ാം ക്ലാസ്സിൽ ഓരോ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ചാപ്റ്ററുകൾ കൊടുക്കും. ഞങ്ങൾ സോഷ്യൽ സയൻസിലെ ഓരോരുത്തർക്കും ഓരോ ചാപ്റ്ററുകൾ കൊടുക്കും. ഓരോ ചാപ്റ്റർ കൊടുത്തിട്ട് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൽ നിന്നും എന്താണ് ആ ചാപ്റ്റർ ഉദ്ദേശിക്കുന്നതെന്ന് ഒരു ദിവസം കണ്ടെത്താനിരിക്കും. ഒരു ചാപ്റ്റർ എന്താണ് ഒരു ദിവസം അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ചാപ്റ്റർ ആഡ് ചെയ്ത അധ്യാപകർ അല്ലെങ്കിൽ ഗവൺമെൻറ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങൾ കണ്ടെത്തും. എന്നിട്ട് അതിൽ നിന്ന് 1 വേർഡ് വരാനുള്ള ചാൻസ് ഉള്ള മുഴുവൻ 1 വേർഡുകൾ എഴുതും. എന്നിട്ട് ഓരോന്നും വെട്ടിക്കളഞ്ഞ് ഞങ്ങൾ കൃത്യമായിട്ട് 1 വേർഡ് കണ്ടെത്തും. അതേപോലെ തന്നെ 2 മാർക്ക് കണ്ടെത്തും. അതേപോലെ തന്നെ 3 മാർക്കും 4 മാർക്കും 6 മാർക്കും ഞങ്ങൾ കണ്ടെത്തും. ഇങ്ങനെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓരോ ചാപ്റ്ററിൽ നിന്നും നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം മക്കളെ മറക്കണ്ട, ഇന്നത്തെ നിങ്ങൾ ക്ലാസ്സിലേക്ക് വന്നോ, കൃത്യം 7 മണിക്കുള്ള ലൈവിലേക്ക് നിങ്ങൾ വന്നോ, ധൈര്യമായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ കൈവച്ചുകൊണ്ട് പറയുകയാണ്, ഞങ്ങൾ 2 ആഴ്ച ഉറങ്ങാതെ കിടന്നത് ഒരിക്കലും നഷ്ടമാവില്ല. ബുധനാഴ്ചത്തെ എക്സാം പേപ്പർ നിങ്ങൾ കാണുമ്പോൾ സ്വപ്നത്തിൽ പോലും നിങ്ങൾ ഇത്രത്തോളം സന്തോഷിച്ചിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. അപ്പം മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഹിസ്റ്ററിയിലെ ഞാനിത് PPT പോലും ഉണ്ടാക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ഹിസ്റ്ററിയിലെ മക്കളെ മനസ്സിലാക്കണേ, 3, 5 അതുപോലെ തന്നെ 6ാമത്തെ ചാപ്റ്ററൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. അപ്പം മനസ്സിലാക്കണം. അതേപോലെ തന്നെ ജോഗ്രഫിയിലും അതേപോലെ തന്നെ. അപ്പം നിങ്ങൾ വിചാരിക്കും സാറേ 4ാമത്തെ ചാപ്റ്ററിൻ്റെ അവസ്ഥ എന്താണെന്ന്. 4ാമത്തെ ചാപ്റ്ററിൻ്റെ അവസ്ഥ എന്താണ്? സോഷ്യൽ സയൻസിലെ ജോഗ്രഫി ആവട്ടെ ഹിസ്റ്ററി ആവട്ടെ, 4ാമത്തെ ചാപ്റ്ററിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് വീണ്ടും പറയാം. 4ാമത്തത് നിങ്ങൾ ഈ 3 ചാപ്റ്ററുകൾ, ക്രിസ്മസ് എക്സാമിനുള്ള 3 ചാപ്റ്ററുകൾ നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരും. ബാക്കിയുള്ളത് പഠിപ്പിക്കും. ഇത് പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പ് വരുത്തിക്കും. ഞങ്ങൾ പറയൂ, അതേടാ നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞു, ഇനി നിങ്ങൾ ഓണപ്പരീക്ഷയ്ക്ക് പഠിച്ച ചാപ്റ്റേഴ്സില്ലേ അതൊന്ന് നോക്കിക്കോളൂ, അതിൽ നിന്ന് കുറഞ്ഞ മാർക്കിനൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം മക്കളെ, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, A+ ഒന്നുമല്ല. ഇനി പാരൻസ് മീറ്റിംഗ് വിളിക്കുമ്പോൾ നമുക്ക് 80 മക്കളെ 80 മാർക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 80 മാർക്ക് ഇന്നത്തെ ലൈവിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ അല്ലേ മക്കളെ? സെറ്റ് അല്ലേ? ഹാപ്പി അല്ലേ? അപ്പം നമ്മൾ പൊളിക്കൂലേ? ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക്ഡ് എന്നുള്ള ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എജുപോർട്ടിന് വിശ്വാസം ഉണ്ടെങ്കിൽ, സാറിന് വിശ്വാസം ഉണ്ടെങ്കിൽ, സോഷ്യൽ സയൻസിലെ ഓരോ ഫാക്കൽറ്റിയെയും എജുപോർട്ടിലെ ഓരോ ഫാക്കൽറ്റിയെയും നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂടി കൂട്ടി ഇന്നത്തെ ലൈവിൽ വരണം. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ ഒരു ഉറപ്പ് തരുന്നുണ്ട്. ആ ഒരു ഉറപ്പിൻ്റെ പേരാണ് ഫുൾ മാർക്ക്, മിഷൻ ഫുൾ മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ മക്കളെ? ഹാപ്പി ആവാം. എക്സാം നമുക്ക് പൊളിക്കണം, ഉഷാറാക്കണം.
ബൈ.